വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സർക്കാർ ഇടപെടേണ്ട ഒരു മേഖലയെ പറ്റി തന്നെയാണ് പറയുന്നത്. പെട്രോൾ പമ്പുകളിലെ കുടിശ്ശികയെ തുടർന്ന് ആലപ്പുഴ നഗരത്തിലെ 6 പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിസന്ധി അതിരൂക്ഷമാണ്. മാസങ്ങളായി 17 ജീപ്പുകൾ 70 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇന്ധനം നിറയ്ക്കുന്നത്. 2021 മുതലുള്ള തുക ലഭിക്കാൻ ഉണ്ട് എന്നാണ് പമ്പുടമകൾ പറയുന്നത്. ഇന്നലെ ഡീസൽ അടിക്കാൻ അതിവേഗത്തിൽ പോയ പോലീസ് ജീപ്പ് ഇടിച്ച് ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു. സംസ്ഥാനത്ത് പല പോലീസ് സ്റ്റേഷനുകളിലും കുടിശ്ശിക കാരണം ഇന്ധന പ്രതിസന്ധി ഉണ്ടെങ്കിലും ആലപ്പുഴയിലേത് അതിരൂക്ഷമാണ്. 70 കിലോമീറ്റർ സഞ്ചരിച്ച് എടത്വയിലെ പമ്പിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത്. ഇന്നലെ രാത്രി അത്യാവശ്യമായി ഇന്ധനം നിറയ്ക്കാൻ പോയ ജീപ്പ് ഇടിച്ച് യുവാവ് മരിച്ചതോടെയാണ് ആലപ്പുഴ സബ് ഡിവിഷനിലെ പോലീസിന് ഇന്ധന പ്രതിസന്ധി പുറത്തു വരുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് ഈ എടത്വ ഭാഗത്ത്, അതായത് ഈ കുട്ടനാട്ടിലേക്ക് 70ഓളം കിലോമീറ്റർ സഞ്ചരിച്ച്, അതായത് ഒരു പെട്രോൾ ജീപ്പിൽ നമുക്കറിയാലോ ഏകദേശം എത്ര ലിറ്റർ പെട്രോൾ അടിക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഈ 70ഓളം കിലോമീറ്റർ ഉള്ള ഈ ഇവിടം വരെ എത്തിയിട്ട് ഈ പെട്രോൾ അടിച്ചിട്ട് വന്നൊരു സാഹചര്യം തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായി. ഇപ്പം വാഹനാപകടം ആണെങ്കിൽ പോലും ഇതിലും സർക്കാരിൻ്റെ ഒരു നശിച്ച ദൂർത്ത് മൂലം ഉണ്ടായതിൻ്റെ ഒരു ചെറിയ പരിണിത ഫലമാണ് ഈ ഒരു അപകടം. ആലപ്പുഴ സൗത്ത് സിഐയുടെ ജീപ്പ് ഇടിച്ചാണ് 29കാരനായ യുവാവ് മരിച്ചത്. ഡ്രൈവർ മാത്രമായിരുന്നു ജീപ്പിലുണ്ടായിരുന്നത്. ജീപ്പ് അമിത വേഗത്തിലായിരുന്നു എന്ന് നാട്ടുകാർ. ഫുഡ് മേടിക്കാൻ വന്നേക്കുമായിരുന്നു. ഇവിടെ ഇതിനകത്ത് ഈ തട്ടുകടയ്ക്കകത്ത് കയറി ഇരിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു, ഭയങ്കര സൗണ്ട്. ഇറങ്ങി വന്ന് നോക്കിയാണ്ട് ഇതുപോലെ ഒരു ജീപ്പ് ഇങ്ങനെ ഈ ആക്ടിവയെ ശരിക്കും ഇടിച്ചിങ്ങനെ തെറിപ്പിച്ചു നടുക്ക് ബോണറ്റിൻ്റെ ഉടക്കി കിടക്കുക. ശരിക്കും ഇവിടെ വന്ന് ആ ചവിട്ടി നിർത്തുമായിരുന്നു. അത് ഞാൻ കണ്ടില്ല എവിടുന്നാണ് വരുന്നത് ഈ ബൈക്കൊന്നും. ഇങ്ങനെ സ്പീഡിൽ വന്ന് ജീപ്പ് വന്ന് ഇടിക്കും. വേഗത ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞു ഒരു പോലീസുകാരനെ ഉള്ളായിരുന്നു. സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊന്നും അവിടുന്ന് ചവിട്ടിയിട്ട് കിട്ടിയില്ല. ഇന്ധനം നിറച്ച വകയിൽ കുടിശ്ശിക വരുമ്പോൾ മറ്റു പമ്പുകളെയാണ് സ്റ്റേഷനുകൾ ആശ്രയിക്കുന്നത്. 2001 മുതലുള്ള തുക ലഭിക്കാനുണ്ടെന്ന് പമ്പ് ഉടമകൾ പറയുന്നു. ഇന്ധനം നിറയ്ക്കാൻ അധിക ദൂരം ഓടുന്നത് കൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഒപ്പം സമയനഷ്ടവും ഇത്തരം അപകടങ്ങളും. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെയും കാര്യമായി ബാധിച്ചു തുടങ്ങി. ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇന്ധനം നൽകിയ വകയിൽ 50 ലക്ഷത്തിലധികം രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കാശില്ലാത്ത ഗുരുതര സാഹചര്യം. ഇതിന് ഒരു പോംവഴി സർക്കാർ കണ്ടെത്തിയേ മതിയാകൂ. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇന്നലെ ഇന്ധനമടിക്കാൻ അതിവേഗത്തിൽ പോയ ഒരു പോലീസ് ജീപ്പ് ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത്. ആ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് അത് ആ സ്ഥലത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ വിശദീകരിച്ചത് കേട്ടല്ലോ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. യഥാർത്ഥത്തിൽ സപ്ലൈകോയിലെ പ്രതിസന്ധിക്ക് ഏതാണ്ട് സമാനമാണ് ഈ പ്രശ്നവും. പമ്പുടമകൾ നിലപാട് കടുപ്പിച്ചതോടെ പോലീസിന്റെ യാത്ര പരുങ്ങലിലാണ്. കുടിശ്ശിക ഇങ്ങനെ നിർത്തി എത്ര കാലം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കാണാം അവരുടെ പ്രതികരണങ്ങൾ. ഈ ആലപ്പുഴ കിടക്കുന്ന പോലീസുകാരൻ എന്തിനാ ഈ ഇടത്തുപോയി വന്ന് ഇന്ധനം അടിക്കാൻ പിന്നെ 10-36 കിലോമീറ്റർ ഓടി വരേണ്ട കാര്യമില്ല. കമ്പോട് നടക്കേണ്ട കാര്യമില്ല. ഇവന്മാർ തോന്നിയ വെള്ളമടിച്ചോണ്ടേ ഇവർ വണ്ടി ഓടിക്കാറുള്ളൂ. അവർ ഈ സാധാരണക്കാരനെ എങ്ങനെ പോലുള്ള ഓട്ടോറിക്ഷക്കാരെയൊക്കെ ചുമ്മാ തടഞ്ഞു നിർത്തുക, ഭീഷണിപ്പെടുത്തുക, തെറി വിളിക്കുക ആണ് അവരാ ഏറ്റവും സൂക്ഷിച്ച് ഓടിക്കേണ്ടത്. പക്ഷെ അവരടിച്ചു വിട്ട് പോയി കാണും. അതായിരിക്കും ഇത്ര വലിയ അപകടം പറ്റിയത്. കിട്ടുന്നിടത്തുനിന്ന് പോയി അടിക്കുക, അല്ലാതെ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് അടിക്കാനൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ കുടിശ്ശിക വന്നാൽ ഇവിടെ കുടിശ്ശിക വന്നാൽ പിന്നെ അവരെവിടെ പോയി അടിക്കും? മുഖ്യമന്ത്രിയുടെ പ്രത്യേകം വല്ലതും ഉണ്ടോ അടിക്കാനായിട്ട്? പ്രത്യേകം പമ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു സർക്കാർ കാണിക്കുന്ന ഏറ്റവും ഒരു ദൂർത്തും അനാവശ്യമായ രീതിയിലുള്ള പരിപാടികളായി കാണിക്കുന്നത്. ഈ അപകടം ഉണ്ടായത് തന്നെ ഇവിടെ നമ്മൾ കണ്ടില്ലായെങ്കിലും പല ആൾക്കാരും പറഞ്ഞു കേട്ടത് പോലീസ് ജീപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് കുഴപ്പമുണ്ടായത്. അത് അവരവരുടെ സ്റ്റേഷൻ പരിധിയുള്ള അവരവരുടെ പെട്രോൾ പമ്പിൽ അടിക്കുക എന്നുള്ളതാണ്. പോലീസിൻ്റെ സമയം പോകുന്നു. അവരവിടെ ഇത്രയും വരെ വരുന്നതിന് വളരെ കഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. അവനെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നു ഇടിക്കുന്നു. പയ്യനെ ഇടിച്ച് ഒരു 60 മീറ്റർ അടുത്ത് പോയി ഇടിച്ച് അവിടെ കൊണ്ട് ഇടുന്നു. നിയന്ത്രണം തെറ്റിയതാ. ചെറുക്കനെ വന്ന് ഇടിക്കുകയായിരുന്നു. എല്ലായിടത്തും വാഹനം ഇന്ധന സൗകര്യം ഉണ്ടാക്കണം. അത് കാരണം അങ്ങനെ ഉണ്ടാക്കിയ കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും.